കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ശക്തമായ ത്രികോണ പോരാട്ടം ഇത്തവണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നോടൊപ്പം UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കൂടിയായ MR ബൈജു ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണം പാമാങ്കോട് ഭാഗത്താണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന രാത്രിയാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് തുടക്കത്തിൽ? കാട്ടാക്കട നിയോജക മണ്ഡലം കോൺഗ്രസ് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത്രയും അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം മറ്റൊരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP പ്രചരിപ്പിക്കുന്നത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് അവർ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ അക്കാര്യം സമ്മതിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മത്സരിക്കുന്നത്, കോൺഗ്രസ് മത്സരിക്കുന്നത്, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുന്നത് 90% വരുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ്. പാവപ്പെട്ടവരുടെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിൻ്റെ, നൊമ്പരം അനുഭവിക്കുന്നതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ 100% വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. രണ്ട് ടൈം CPM-ന്റെ MLA തുടർച്ചയായിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ന്യൂനത? എന്താണ്? എന്തിനു വേണ്ടി നിങ്ങൾ എന്ത് അധികമാണ് ഇവിടെ വോട്ട്? ഏത് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു കാര്യങ്ങളും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യപ്പെടണമല്ലോ. വികസന കാര്യത്തിന് അപ്പുറത്തേക്ക് ഇവിടെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദന അനുഭവിക്കുന്നവന്റെ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഏറ്റവും ഇപ്പോൾ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിവെക്കൽ കണ്ടില്ലേ, വേദന അനുഭവിക്കുന്നവരെ കണ്ടില്ലേ, ഒരു വീടില്ലാത്തവനെ കണ്ടില്ല. ഇന്ന് ഞാൻ കടന്നു വരുമ്പോൾ വീടില്ലാത്തവൻ, ആ 2 കാലും മുറിക്കപ്പെട്ടവനെ ഒരു ഹോട്ടലിൽ വെച്ച് കാണുകയാണ്. അവർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരികയാണ്. അദ്ദേഹത്തിന് വീടില്ല, അദ്ദേഹത്തിന് ദാരിദ്ര്യമില്ല. ദാരിദ്ര്യം ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക. അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ ദാരിദ്ര്യം മാറ്റിയെടുക്കുവാൻ പാവപ്പെട്ടവൻ്റെ നൊമ്പരങ്ങളിപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകും. പിന്നെ വികസന കാര്യങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ കാട്ടാക്കട താലൂക്ക് എന്ന് പറയുന്ന ഒരു വലിയ വികസനം കൊണ്ടുവന്ന് അതിനോടനുബന്ധിച്ചുള്ള വികസനങ്ങളല്ലാതെ കാട്ടാക്കട മണ്ഡലത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും. വികസനത്തിനപ്പുറത്തേക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യണം, അതുകൂടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന നിലപാടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി MR ബൈജു വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.